ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വളരെ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട്, എങ്ങനെ, എന്തിന്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാനുള്ള ഒരു അന്വേഷണമാണ്, തിരുവചനത്തിൽ നിന്നുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്പസമയം എന്നോടൊപ്പം ചിലവഴിക്കാൻ തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ഒരു മനോഹരമായ ചിത്രം, ഒരു വൃത്തം വരച്ചു. ആ വൃത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി. എന്നിട്ട് അതിൻ്റെ ഫോക്കസ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ നടുക്ക് ദൈവത്തെ നമ്മൾ വെച്ചു. പിന്നീട് നമ്മളെ തന്നെ പ്രതീക്ഷിച്ചു. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ തുടരുന്നത്. അതായത് നമ്മൾ ഒരു വീട് വെക്കുന്നു വിചാരിച്ചോ, ഒരു വീട് വെക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ നമുക്ക് കുറേ ഫർണിച്ചറുകൾ വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങുന്നത് ഒരു കട്ടിലാണ് എന്ന് കരുതുക. ഈ കട്ടിൽ നമ്മൾ എവിടെ വെക്കും? ഈ കട്ടിൽ നമ്മൾ ബെഡ്റൂമിൽ വെക്കും. കാരണം കട്ടിൽ ബെഡ്റൂമിൽ വെക്കാൻ പറ്റുള്ളൂ, അല്ലേ? കട്ടിൽ കിച്ചണിൽ വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങുന്നു. അത് നമ്മൾ എവിടെ വെക്കും? അത് നമ്മൾ വെക്കുന്നത് കിച്ചണിലെ പാചകത്തിൻ്റെ പുറത്തായിരിക്കും. ഇനി നമ്മൾ ഒരു സോഫ മേടിക്കുന്നു. ഇത് നമ്മൾ എവിടെ വെക്കും? അത് ലിവിങ് റൂമിൽ വെക്കും. ഓക്കെ, ഇനി നമ്മളൊരു ഷോക്കേസ് വാങ്ങുന്നു. അത് നമ്മളെവിടെ വെക്കും? ലിവിങ് റൂമിൽ തന്നെ വെക്കും. ഇനി നമ്മൾ ഒരു ടേബിൾ വാങ്ങുന്നു. ഈ ടേബിൾ സ്റ്റഡി റൂമിലാണ് വെക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പ്രത്യേകമായ ആവശ്യമുണ്ട്. ആ ആവശ്യമനുസരിച്ചാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനെയാണ്. ഇനിയും നമ്മൾ ലിവിങ് റൂമിലേക്ക് വരാം. ആ വീടിൻ്റെ ലിവിങ് റൂമിലേക്ക് വരാം. അപ്പോൾ അവിടെ നമ്മൾ ഷോക്കേസ് വെച്ചിട്ടുണ്ട്, സോഫ വെച്ചിട്ടുണ്ട്, ഒരു ടീപ്പോ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളൊരു മീനിനെ വളർത്തുന്ന സാധനം, ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളുടെ അച്ഛനമ്മമാർ പറയുന്നു, ഈ പിള്ളേരൊക്കെ അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോകുന്നു, അടുത്ത വീട്ടുകാരൊക്കെ ഓടിച്ചു വിട്ടു, നമുക്കൊരു ടി വി വാങ്ങണം എന്ന് നമ്മൾ വിചാരിക്കും. ഓക്കെ, ഒരു ടെലിവിഷൻ വാങ്ങണം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ടി വി ഏതാണ്ട് 35 ഇഞ്ചസിൻ്റെ ഒരു ടി വി നമ്മൾ EMI എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ടി വി നമ്മൾ എവിടെ വയ്ക്കും? ഈ ടി വി എവിടെയാണോ? ഇപ്പോൾ എല്ലാ ടി വികളും വാൾ മൗണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഭിത്തിയിലായിരിക്കും വെക്കുക. അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഭിത്തിയിൽ തന്നെ വെക്കണം. ഭിത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വാതിലിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നവർക്ക് ടി വി തടസ്സമാകത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ടി വി നമ്മൾ വാളിൽ വെക്കുന്നു. നമ്മുടെ സോഫയെ നമ്മൾ ടി വിയിലേക്ക് തിരിച്ചു വെക്കുന്നു. ടി വി കാണത്തക്ക വിധത്തിലാകുന്നു, ഇല്ലേ? ടീപ്പോ അതിൻ്റെ മുമ്പിലേക്ക് വരുന്നു. സോഫയെ ഷോക്കേസ് അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറൊരു സൈഡിലേക്ക് വെക്കുന്നു. ഫിഷ് ടാങ്കിനെ എടുത്ത് വേറൊരു സൈഡിലേക്ക് വെക്കുന്നു. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ റൂം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായി മാറുന്നു? ടെലിവിഷനായി മാറുന്നു. അപ്പോൾ സോഫയും മറ്റുപകരണങ്ങളും എല്ലാം ഈ ടെലിവിഷൻ കാണത്തക്ക വിധത്തിൽ കൊണ്ടുവയ്ക്കുന്നു. ടെലിവിഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തരത്തിലാണ് ഈ റൂം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ, എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണെന്നാണ് നമ്മൾ ആ അർത്ഥത്തിൽ എഴുതിയത്? മൊബൈൽ എടുക്കൂ. മൊബൈൽ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ മൊബൈൽ വരികയാണെങ്കിൽ അവിടെ ബാക്കിയെല്ലാം അതിനോട് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, പണമാണ് വരുന്നതെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളതായിരിക്കും വരിക.
അല്ലേ? ഇനിയും നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ കാമുകി, ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആണ് വരുന്നതെങ്കിൽ, ബോയ് ഫ്രണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഏറ്റവും അടുത്ത് വരിക, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഏറ്റവും അടുത്ത് വരിക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ, ഫോക്കസ് പോയിൻറ്റിൽ നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതുമായി റിലേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ പഠിക്കുന്ന കാര്യം, പഠനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു വ്യക്തി, ആ ആളുടെ ജീവിതത്തെ എടുത്തു നോക്കൂ. അയാൾക്ക് മൊബൈൽ ഫോണിൻ്റെ സ്ഥാനം ദൂരെ ആയിരിക്കും. കാരണം മൊബൈൽ കണ്ടാൽ സമയം പോവും. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ മൊബൈലിന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ഇനി നോക്കൂ, പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാളുടെ പുസ്തകങ്ങൾ അയാളോട് അടുത്തായിരിക്കും ഇരിക്കുന്നത്. കാരണം പുസ്തകങ്ങൾ പഠിക്കാൻ അത്യാവശ്യമാണ്. പെണ്ണ് അയാൾക്ക് അടുത്തായിരിക്കും. ഇനിയും മറ്റ് പഠന ഉപകരണങ്ങൾ അത് തൊട്ടടുത്തായിരിക്കും ഉണ്ടാവുക. ബാക്കിയെല്ലാം ദൂരേക്ക് മാറിപ്പോകും. മൊബൈൽ ഫോൺ ദൂരെ പോകും, പണം ദൂരെ പോകും, പിന്നെ ഫ്രണ്ട്സ് ദൂരോട്ട് മാറിയിരിക്കും. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് ദൂരേക്ക് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഫോക്കസ് പോയിൻറ്റിൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ വെക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എന്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? പണമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ്? സമ്പത്താണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ്? നമ്മുടെ ഭാര്യയാണോ ഫോക്കസ്? ഭർത്താവാണോ ഫോക്കസ് പോയിന്റിൽ ഇരിക്കുന്നത്? നമ്മുടെ സൗന്ദര്യമാണോ ഇരിക്കുന്നത്? നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ പണമാണോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? നമ്മുടെ ഫോക്കസ് പോയിന്റിൽ എന്തിനെയാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ. ചില ആളുകൾക്ക് പണം ഫോക്കസ് പോയിന്റിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളാരും അല്ലാതാകും, മക്കളാരും അല്ലാതാകും, ഭാര്യ ആരും അല്ലാതാകും, ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകും. ചില ആളുകൾക്ക് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ഫോക്കസ് പോയിന്റിൽ പകരം മൊബൈൽ വന്നാൽ അയാൾ മൊബൈലാണ് പ്രധാനം. ഇതിനെ നമുക്ക് അഡിക്ഷൻ എന്നും കൂടെ പറയാം. ചില ആളുകളുടെ ജീവിതത്തിൽ ചില സബ്സ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. മദ്യമോ മയക്കുമരുന്നോ മൊബൈൽ ഫോണോ അതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയും അയാൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ജീവിക്കാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അയാൾ അഡിക്റ്റഡായിട്ട് മാറും. ആ സബ്സ്റ്റൻസിന് അയാൾ അഡിക്റ്റഡായി മാറും. അപ്പോൾ നമ്മളെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിൽ നിങ്ങൾ എന്തിനെയാണ് വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ അഡിക്റ്റഡായി, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതില്ലാതെ എനിക്ക് ഒരു സമയം പോലും ചെലവഴിക്കാൻ പറ്റില്ല, അതില്ലാതെ എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ അതില്ലാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് സ്ഥാനമില്ല, എൻ്റെ പഠിപ്പിന് സ്ഥാനമില്ല, എൻ്റെ ഭാര്യ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. കാരണം നിങ്ങൾക്ക് അവരോട് സമയം ചെലവഴിക്കാനില്ല, അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരെ കരുതാൻ പറ്റുന്നില്ലെങ്കിൽ കുടുംബബന്ധം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ഈ ഇടയ്ക്ക് ഒരു 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 മൂവി, വളരെ പ്രശസ്തമായ ഒരു മൂവി ഉണ്ടായി ഇന്ത്യയിൽ. എന്താണ്, ഒരു മലയാളം ഇതാണ് മഞ്ഞുമൽ ബോയ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കഥയാണ് അതിനകത്ത്. അതായത് സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്ന വേറൊരു സ്നേഹിതൻ. അതായത് ഗുണ കേവിൽ വീണുപോയ
ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ കൊടുത്തിട്ട് വേറൊരു ഫ്രണ്ട് അതിനകത്തേക്ക് ഇറങ്ങുന്നു, എന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. നല്ലൊരു കൺസെപ്റ്റാണ് അല്ലേ? നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ ആ മൂവി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ മൂവി നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും, എടാ ഫ്രണ്ട്സായ ഇപ്പിടി ഇരിക്കണം, ഫ്രണ്ട്സായ ഇങ്ങനെ ആയിരിക്കണം, ഫ്രണ്ട്സായാൽ എന്നെക്കാളിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ഫ്രണ്ട്സാണ്, എൻ്റെ ജീവിതത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ഫ്രണ്ട്സാണ്, എൻ്റെ ഫാമിലിയേക്കാൾ വലുത് എനിക്ക് ഫ്രണ്ട്സാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫ്രണ്ട്സാണ്. അങ്ങനെ ചിന്തിക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് ആര് വരുന്നു? ഫ്രണ്ട്സ് വരുന്നു. ഫ്രണ്ട്സ് വരുന്നു. പിന്നെ അച്ഛനമ്മമാർ പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, ടീച്ചർമാർ പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, ഫ്രണ്ട്സ് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. ഫ്രണ്ട്സ് കള്ളുപിടിക്കാൻ പറഞ്ഞാൽ എടാ അടിക്കാടാ, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാടാ. ഇനിയും എവനെങ്കിലും പോയി ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ, അടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പാടാ, എൻ്റെ ഫ്രണ്ടിനെ അവൻ അടിച്ചു, അമ്മക്കും പോയി അടിക്കാടാ. അല്ലേ? ഫ്രണ്ട്സിനെ പോയി അടിക്കാടാ, എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ മാറുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഫ്രണ്ട്സ് ആകുന്നു. പല വിദ്യാലയങ്ങളിലും ഞാൻ പോയി കൗൺസിലിംഗ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവിടെ കുട്ടികൾ പറയുന്നതാണ്, സാറേ പാസ്റ്ററേ, ഞാൻ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞ കാര്യങ്ങൾ അവർ വേറെ ആളുകളോട് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി തീർന്നു ലൈഫിൽ. എൻ്റെ പപ്പയും അമ്മ എന്നെ അടിക്കേണ്ടി വന്നു, സ്കൂള് മാറ്റേണ്ടി വന്നു, അങ്ങനെയാണ് എന്നൊക്കെ കുട്ടികൾ പരാതി പറഞ്ഞു. അവരുടെ വലിയ പ്രശ്നമാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക്, ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് നിങ്ങൾ എന്തിനെയാണ് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്? അതുമായി റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ പോയ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കൂ. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ, ഫാമിലി റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ ഫാമിലി ഇല്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങളുടെ ജോബിന് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ഫാമിലി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മൊബൈൽ ഫോണിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ടൈം കൊടുക്കുന്നില്ല എന്നർത്ഥം. നിങ്ങളുടെ ടൈമിൻ്റെ കൂടുതൽ ഭാഗവും നിങ്ങൾ എവിടേക്ക് കൊടുക്കുന്നു? നിങ്ങൾ മൊബൈലിന് വേണ്ടി കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രണ്ട്സിനാണ് ഫോക്കസ് പോയിന്റിൽ വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടൈമിൻ്റെ, നിങ്ങൾ ഉണർന്നിരിക്കുന്ന ടൈമിൻ്റെ മുഴുവൻ ഭാഗവും, majority of the time you will be spending only with the friends. You'll be happy to be only with the friends. അപ്പോൾ ഫാമിലിയിൽ ഇഷ്യൂസ് വരും, ജോബിൽ ഇഷ്യൂസ് വരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ ഈ സന്ദേശം, ഈ കാര്യം നിങ്ങളെ സഹായിക്കുന്നുണ്ടോ നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിൽ നിങ്ങൾ എന്താണ് വെച്ചിരിക്കുന്നത് അന്വേഷിക്കൂ. ഞാൻ ആ മൂവിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഞാൻ അതിനെ ഒരു ഉദാഹരണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു എൻ്റർടൈൻമെൻ്റാണ്, അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ, നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തിനെയാണ് ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻ്റ്? ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് വരുമ്പോൾ മൊബൈൽ ഫോൺ നമ്മളിൽ നിന്ന് അകന്നു പോകും. അത് അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് വരുമ്പോൾ പണം കൊണ്ട് ഒന്നും നേടാനില്ല, ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി ക്രേസി ആവില്ല. ഇന്ന് എനിക്ക് ജീവിക്കാൻ ആവശ്യം പണമുണ്ട്, അത് മതി. ഓക്കെ, ഇനി കുറച്ചധികം പണമുണ്ട്, അത് ആരെങ്കിലും സഹായിക്കാം, ഞാൻ ഇത് കൂട്ടി വെച്ചിട്ട് എന്തെടുക്കാനാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. നമ്മൾ
നമ്മൾ മൊബൈൽ ഫോണിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫ് അതിൻ്റെ ഓർബിറ്റിലേക്ക്, അതിൻ്റെ ശരിയായ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്ന കാണാം. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്താൽ തെറ്റായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അൺഇമ്പോർട്ടൻ്റ് ആകുകയും അത് പതുക്കെ അകന്ന് നമ്മുടെ ലൈഫ് സർക്കിളിൽ നിന്ന് പുറത്തേക്ക് മാറുകയും ചെയ്യും. ഇതാണ് ബൈബിൾ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ലൈഫിൻ്റെ ഫോക്കസിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അൺവാണ്ടഡ് ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടുത്തു വരികയും ചെയ്യും. സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം, കരുണ, കൃപ, ക്ഷമ, സഹിഷ്ണുത തുടങ്ങിയ ദൈവിക സ്വഭാവങ്ങൾ കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങളൊക്കെ അകന്നു പോകും. സ്നേഹം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, സമാധാനം വരുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ സന്തോഷമുള്ളവരായിത്തീരും. അപ്പോൾ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മറ്റു മനുഷ്യർക്കും ആ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ സംബന്ധിച്ചാൽ നിങ്ങളൊരു പള്ളി മാറ്, നിങ്ങൾ റിലീജിയൻ മാറ്, നിങ്ങൾ മതം മാറ്. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് ദൈവം വരികയും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇമ്പോർട്ടൻ്റ്, എന്തിനാണ് പ്രാധാന്യം നിശ്ചയിക്കുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. യേശുവിനെ, ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ സ്വഭാവമുണ്ടാകും. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, യേശു സഹിച്ചതുപോലെ സഹിക്കാൻ, യേശു കരുതിയതുപോലെ കരുതാൻ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വഭാവമുണ്ടാകും, നല്ല സ്വഭാവം ഉണ്ടാകും. മദ്യത്തിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മദ്യത്തിൻ്റെ സ്വഭാവം കാണിക്കും. അടിച്ചങ്ങ് പൂസാവും, ഇടിച്ചങ്ങ് ആവും. ഇതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുന്നത്. പിന്നെ എന്നും പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അത് കൺവേർഷനല്ല, അത് രൂപാന്തരമാണ്, അത് മാനസാന്തരമാണ്, അത് റിപ്പൻറ്റൻസാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിൽ എന്തിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു? ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും, നിങ്ങളുടെ ജീവിതം റീഅറേഞ്ച് ചെയ്യപ്പെടും, റീഓർഗനൈസ് ചെയ്യപ്പെടും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറും, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അപ്രോച്ച് മാറും, സമീപനം മാറും, മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഇതുവരെ മറ്റു മനുഷ്യർ നമുക്ക് വേണ്ടാത്തവരും ശത്രുക്കളും എനിമികളുമായിരുന്നു. ഇനി അവർ നമ്മുടെ സൗഹൃദത്തിൻ്റെ വലയത്തിലേക്ക് വരും. എന്തു വലിയ മാറ്റമാണ് ഇതിനെ കൊണ്ടുവരാൻ കഴിയുക. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. നമ്മൾ ഒരു കസേരയിൽ ഇരുന്ന ശേഷം ആ കസേര ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുള്ളൂ, ഒരിക്കലും പറ്റത്തില്ല. അതേസമയം നമ്മൾ ദൈവത്തിനോട് പറയൂ, ദൈവമേ നീ എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വന്ന് നിങ്ങളെ ആ കസേരയോട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഉയർത്താൻ പറ്റും. നമ്മൾ ദൈവത്തോട് സഹായം ചോദിക്കണം. കർത്താവേ, ഇതുവരെ എൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് ഞാൻ മദ്യത്തിനാണ് നൽകിയത്, ഞാൻ പണത്തിനാണ് നൽകിയത്, ഞാൻ സമ്പത്തിനാണ് നൽകിയത്, സൗന്ദര്യത്തിനാണ് നൽകിയത്, മൊബൈലിനാണ് ഞാൻ നൽകിയത്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമേ, നിന്നെ കേന്ദ്രീകരിക്കാൻ എന്നെ സഹായിക്കണമേ. നീ എൻ്റെ ലൈഫിൻ്റെ ഫോക്കസിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും എനിക്ക് മാറ്റി നിർത്താൻ പറ്റും. നിൻ്റെ സ്വഭാവം എന്നിലേക്ക് വരും. എൻ്റെ ജീവിതത്തിൻ്റെ
എൻ്റെ ജീവിതം മാറും, എനിക്ക് സമാധാനം ഉണ്ടാകും, എനിക്ക് സന്തോഷം ഉണ്ടാകും. നമ്മുടെ ഭാര്യയും മക്കളെയും നമ്മൾ ജീവിതത്തിൽ കൂട്ടി നിർത്തും, അവരെ അകറ്റില്ല. അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും. വിൽ ഗെറ്റ് ടൈം ടു സ്പെൻഡ് വിത്ത് ദം. അപ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി വരും, അവരുടെ മുഖത്ത് സന്തോഷം വരും. അവരപ്പാന്നും പറഞ്ഞ് ഓടി വരും. ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് പാചകം ചെയ്തു വെക്കും. അവൾ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹച്ചങ്ങല കൂടുതൽ ദൃഢമായി തീരും. പ്രിയമുള്ള സ്നേഹിത, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിൽ നിങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ തന്നെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവുമോ? നിങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നിങ്ങൾ തയ്യാറാവുമോ? ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ എക്സ്റ്റൻഷൻ ഇമേജായിട്ടാണ്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിനൊരു കാരണമുണ്ട്. ആ കാരണം അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ദൈവത്തിൻ്റെ പാരമ്പര്യം കാണിച്ചു കൊടുക്കാനാണ്. അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ ഓർത്ത് ദൈവം സന്തോഷിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് എന്താണ്? ആ മുറിയിൽ നമ്മൾ ആ ഫർണിച്ചർ അറേഞ്ച് ചെയ്തതുപോലെ, ആ ടി വി കൊണ്ടുവന്ന് വാളിൽ വെച്ചപ്പോൾ, ആ സോഫയെ നമ്മൾ ടി വിക്ക് അഭിമുഖമായി വെച്ചതുപോലെ, ആ ഷോക്കേസ് എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതുപോലെ, നമ്മൾ അവിടെ വെച്ചിരുന്ന ഫിഷ് ടാങ്ക് ആ ടി വിക്ക് വേണ്ടി മാറ്റി വെച്ചതുപോലെ, ആ വീടിൻ്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ അറ്റൻഷനും ആ ടെലിവിഷനിൽ പതിയത്തക്ക വിധത്തിൽ നിങ്ങൾ ടെലിവിഷനെ പ്ലേസ് ചെയ്തതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് ദൈവത്തെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതം തിരുത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ സമാധാനം കടന്നു വരുന്നത് അറിയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെലവുകൾ നിയന്ത്രിക്കപ്പെടുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ അനാവശ്യമായ ചെലവുകൾ കുറയുന്നത് കാണും. നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ നാളത്തേക്ക് എന്തെങ്കിലും മാറ്റിവെക്കാൻ ബാക്കി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിയ സ്നേഹിത, ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനെ നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലേക്ക് വെക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് വരണമേ. നിന്നെ ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നന്മയും വിജയിക്കുന്നതുമാക്കി തീർക്കാൻ സഹായിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ കുറവാണ്. ഇതുവരെയും ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് വെച്ചില്ല. മറ്റു പലതുമായിരുന്നു. ഇനി മുതൽ നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക്, ലൈഫിൻ്റെ കേന്ദ്രത്തിലേക്ക് വരണമേ. അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നിറയണമേ. നിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീണ്ടും കൂടുതൽ സന്ദേശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ചാനൽ സന്ദർശിക്കുക, സന്ദേശങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.